നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഞാൻ ഉടുത്തേക്കുന്നതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. റീൽസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. ഒത്തിരി എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സാരിയാണ്. സാരി കണ്ടിട്ടില്ലാത്ത സാരിയാണ്. സിൽക്കി ക്രേപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ്. അത് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒരു സാരി. അത് എനിക്കിതിനകത്ത് ഏറ്റവും ആകർഷകത്വമായിട്ട് തോന്നിയത് ഇതിൻ്റെ കളേഴ്സാണ്. എല്ലാം പേസ്റ്റൽ കളറാണ്. ഞാൻ റീലിനകത്ത് ഉടുത്ത് നിൽക്കുന്ന സാരിക്ക് കളറിനകത്തൊരു ചെറിയ സ്ലൈറ്റ് വേരിയേഷനുണ്ട്. ഈ സാരിയാണത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒനിയൻ ഷെയ്ഡാണ്, പക്ഷെ അതിനകത്തൊരു മെറൂണിഷ് കളറാണ് കാണിക്കുന്നത്. ശരിക്കും ഉള്ള കളർ ഇതാണ്. വീഡിയോയ്ക്കകത്ത് കറക്റ്റ് കളറാണോ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് സാരി. കണ്ടോ, സാരിയുടെ മേൽവശവും താഴ്വശവും എല്ലാം ഫുള്ള് എംബ്രോയ്ഡറി വർക്ക്. ബോഡിയിലും ബൂട്ടാസ് എംബ്രോയ്ഡറി വർക്ക്. സിൽക്കി ക്രേപ്പാണ് സ്റ്റഫ്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ക്രേപ്പിൻ്റെ, നിങ്ങൾക്ക് ക്രേപ്പിൻ്റെ ഷോൾസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ ഒരു പടം ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ ബ്ലൗസിൽ കയ്യെ ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക്, ഇതാണ് ബ്ലൗസിൻ്റെ തുണി, കയ്യെ ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എംബ്രോയ്ഡറി വെക്കാം. അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് ചെയ്യാം. അതല്ല പകുതി മതിയെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ മതി. എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. അതാണ് സാരി. പിന്നെ മുന്താണി പ്രത്യേകിച്ച് ഒന്നുമില്ല. മുന്താണിയിലും ഈ സൈഡിൽ കൂടെ വരുന്ന എംബ്രോയ്ഡറി വർക്ക് മുന്താണിക്കും കൂടെ പോയിട്ടുണ്ട്. ഇതാണ് മുന്താണി. നല്ല സാരിയാണ്, നല്ല സ്റ്റൈലിഷ് സാരിയാണ്. ഉടുക്കാനും കൊണ്ട് നടക്കാനും കാണാനും എല്ലാം ഒരു ഡിസൈനർ വെയർ. വളരെ ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. ഈ റേറ്റും ഇത്രേ ഫുള്ള് എംബ്രോയ്ഡറി ചെയ്ത സിൽക്കി ക്രേപ്പിൽ തീർത്ത സാരിയാണ്. നിങ്ങളൊന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ കടുത്ത കളറ് കാണിച്ചു തരാം. അടുത്ത കളറ് ഇത് മസ്റ്റാർഡ് യെല്ലോ. ഒരു മിനിറ്റ്. ഈ കളറ് ഇത് കണ്ടോ, മസ്റ്റാർഡ് യെല്ലോയുടെ ഷെയ്ഡ്. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും. നല്ല പേസ്റ്റൽ കളറാണ്. മസ്റ്റാർഡ് യെല്ലോയുടെ ഈ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കളർ തോന്നിക്കുന്ന ഒരു കളറാണ്. മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ പല കളറും, അയ്യോ ഭയങ്കര ഒരു സൈസ് മഞ്ഞയുണ്ട്, അതങ്ങനെ ആർക്കും മജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. വൃത്തിയുള്ള മഞ്ഞയുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള മഞ്ഞയാണ്. നമുക്ക് ആർക്കും ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന ഒരു മഞ്ഞയാണ് കേട്ടോ. മഞ്ഞ എന്ന് പറയുമ്പോൾ ചിലർക്ക് അങ്ങനെ മഞ്ഞ ഇങ്ങനെ ഒരു വെക്കിച്ചുണ്ട്. എന്നാൽ പക്ഷേ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു കളറും മഞ്ഞയാണ്. മഞ്ഞയ്ക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നോ, മഞ്ഞ കളർ നമ്മുടെ ഡ്രസ്സിനകത്ത് വേണമെന്നോ, അത് ഐശ്വര്യത്തിൻ്റെ ഭാഗമാണെന്നോ ഒക്കെ ഇങ്ങനെ തുണി മേഖലയിൽ ഒരു സംസാരമൊക്കെ ഉള്ളതാണ്. ഇത് ഒലീവ് ഗ്രീൻ. എനിക്ക് കോമഡി ഒന്നും പറയാൻ പറ്റുന്നു. എന്നോട് ഇവിടെ ഓരോന്ന് കോമഡീസ് പറഞ്ഞുകൊണ്ടിരിക്കുക. കോമഡി ഒന്നും പറയാൻ പറ്റുന്നുള്ള ആംബിയർ ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. മടുത്തങ്ങ് ആകെ കുളമായിട്ട് നിൽക്കുക. ഇത് കണ്ടോ, ഈ കാണുന്ന സംഭവമാണ് മുന്താണിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ശരീരത്തോട്ടൊന്ന് വെച്ച് കാണിച്ചതേ ഉള്ളൂ. മുന്താണിയാണിത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത്, സാരി ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് ചുരിദാർ സെറ്റായിട്ട് തയ്ക്കും. ടോപ്പും ബോട്ടും ദുപ്പട്ടയായിട്ട് തയ്ക്കും. ഇങ്ങനത്തെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നുണ്ട്. 2000 എബോ റേറ്റാണ് ആ ചുരിദാർ സെറ്റ് വരുന്നതിന്. സിൽക്കി ക്രേപ്പാണ് മെറ്റീരിയൽ എന്ന് അറിയാമല്ലോ. അടുത്ത കളറ് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ. നല്ലൊരു കളർ കേട്ടോ. എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. നിങ്ങൾ നോക്കുക, എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. ഒരു കളർ പോലും നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നതിനപ്പുറം. ഞാൻ ഈ സാരി ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുറേ സമയം ഇതിനെ ഞാൻ ഒന്നൊരു ചോയ്സായിട്ട് എന്തെടുത്താലോ, ഇതെടുത്താലോ. അത് പിന്നെ എനിക്ക് ഒനിയൻ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒനിയൻ കളറിൽ ഇഷ്ടം പോലെ കണ്ട് സാരികളൊക്കെ ഉടുത്തിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പോലും പിന്നെ അതങ്ങ് സെലക്ട് ചെയ്തതേ ഉള്ളൂ. എല്ലാ കളറും നമുക്ക് കൺഫ്യൂഷനാക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോളുക. സ്റ്റോക്ക് പരിമിതമാണ്. എന്നെ വിദ്യ എപ്പോഴും ഈ സ്റ്റോക്ക് പരിമിതമാണ് ഇടയ്ക്കിടയ്ക്ക് ഈയിടെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓണക്കാലമല്ലേ, ധാരാളം സ്റ്റോക്ക് വരും. അപ്പോൾ ഒരെണ്ണത്തിന് തന്നെ കണ്ടമാനം സ്റ്റോക്ക് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. എനിക്ക് യൂണീക്ക് പീസസ് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഉടുക്കുന്ന സാരി എൻ്റെ ഒരു കസ്റ്റമർ ഉടുക്കുന്നത് മറ്റൊരാൾ ഉടുക്കുന്നത്, അങ്ങനെ ലോകം മുഴുവൻ ഒരേ സാധനം ഉടുത്തുകൊണ്ട് നടക്കുന്ന അതിനോട് എനിക്കൊരു ഇഷ്ടമില്ല. എല്ലാവർക്കും അങ്ങനെയല്ലേ. ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ആ സാധനം തന്നെ വഴിയെ പോകുന്നവരെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സുഖം തോന്നത്തില്ല. സ്വാർത്ഥതയുടെ ഭാഗമായിരിക്കാം. ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഞ്ഞ് സ്വാർത്ഥതയൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യനാണോ അല്ലേ?
അല്ലേ. ഇതാ അടുത്ത കളറ്, ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു കളറ്, നല്ല പേസ്റ്റൽ കളറാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കളറുകളാണ് ഈ കളറുകളൊക്കെ എന്ന് പറയുന്നത്. കല്യാണത്തിനൊക്കെ പോകാൻ ഫംഗ്ഷനുകൾക്കൊക്കെ നല്ലതായിട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു കളറാണ്. ഇനി വേറൊരു കളർ കാണിക്കാം. അതും എല്ലാം നല്ലതാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുതെ പറയുന്നത്. നല്ലതല്ലാത്തതിനെ നമുക്ക് ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? മനസാക്ഷി തൊട്ട് നമുക്ക് നല്ലതല്ലാത്തതിനെ നല്ലതാണ് അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ വിഷമിച്ച് നല്ലതാന്ന് പറയുന്നതല്ലാതെ ഇത് പക്ഷെ അങ്ങനെയല്ല. എൻ്റെ നോട്ടത്തിൽ എൻ്റെ ഇഷ്ടം, ഓരോരുത്തർക്കും ഇഷ്ടങ്ങളും ഉണ്ട് കേട്ടോ. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ. ഇതാണ് അടുത്തത്. ഈ കാണുന്ന ഭാഗം മുന്താണിയുടെ ഭാഗം കേട്ടോ. മുന്താണിക്ക് ഇങ്ങനെ ഫുള്ള് കവേർഡായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ബാക്കി രണ്ട് സൈഡിലും ബോർഡറും സ്കാലപ്പും എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന സാരി. ഈ സാരി ഇത്രയേ ഉള്ളൂ. ബ്ലൗസ് സെപ്പറേറ്റഡ് ആണ്. പിന്നെ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, കാരണം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. പിന്നെ ഇനി വേറൊരു സാരി കാണിച്ചു തരാം. അടുത്ത സാരിയില്ലേ, അയ്യോ വെരി ട്രെൻഡി ഹിറ്റ്, ഇപ്പോഴത്തെ എല്ലാവരുടെയും നാക്കിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന മദ്രാസി ചെക്ക്. ഞാൻ ഇതിൻ്റെ ഒരു സാരി ഉടുത്തിട്ട്, ആ കളർ കാണിക്കാനില്ല, ഞാനൊരു സാരി ഉടുത്തിട്ട്, ഇതിൻ്റെ ഒരു സാരി ഉടുത്തിട്ട് ഞാൻ റീൽ ചെയ്തായിരുന്നു. ആ റീല് വഴി തന്നെ ഫുൾ സാധനം വിറ്റുപോയി. എല്ലാ സാരി ഉടുത്ത് റീൽ ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഉടുത്ത സാരിയുടെ ആ കളർ, അതിൻ്റെ ഇവിടുത്തെ കളറ് ബ്ലൂ ആയിരുന്നു, അല്ല സോറി ഗ്രീൻ ആയിരുന്നു, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ആയിരുന്നു. അത് തീർന്നുപോയി. ബാക്കിയുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം. വെരി ട്രെൻഡി ആയിട്ടുള്ള മദ്രാസി ചെക്ക് മൽ കോട്ടൻ്റെ സ്റ്റഫിലാണ് വന്നിരിക്കുന്നത്. ഫുള്ള് ഇതാ ഇങ്ങനെ തന്നെയാണ് കണ്ടോ. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. മൽക്കോട്ടൺ, ഒരു ലിനൻ മൽക്കോട്ടൺ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ, വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു. ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ഈ ബ്ലൂ ആണ്. കാരണം ബോർഡറിൽ പോയിരിക്കുന്ന, അതായത് ബോർഡറിൽ പോയിരിക്കുന്ന ആ കളർ ഏതാണോ അതിൻ്റെ പ്ലെയിൻ ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത്. മദ്രാസി ചെക്ക് സാരി, മദ്രാസി ചെക്ക് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും ഞാനത് തന്നെ പറയുന്നു. ട്രെൻഡുകളുടെ പുറകെ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ട്രെൻഡ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം എല്ലാവരും അത് തന്നെ കൊടുക്കും. അപ്പോൾ നമ്മളും അത് തന്നെ കൊടുക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ ചെക്കെന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എടുക്കാത്ത സത്യമായിട്ട് ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് കുർത്തിക്കകത്ത്, പിങ്ക് ബ്ലോസം. ഞാൻ എൻ്റെ കടയിലേക്ക് അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരത്തേയില്ല. അപ്പോൾ എൻ്റെ സ്റ്റാഫ്, എൻ്റെ പെൺപിള്ളേർ പറഞ്ഞു, ഒത്തിരി പേര് പിങ്ക് ബ്ലൗസം വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഭംഗി എനിക്ക് ഫീലും ചെയ്തില്ല. അതിൻ്റെ പേര്, കസ്റ്റമേഴ്സിൻ്റെ പേര്, ഇത് ഒരേ ഒരു ബണ്ടിൽ കൊണ്ടുവന്നൊരു സാധനമാണ് ഞാൻ. അങ്ങനത്തെ വലിയ ഗെയിമൊന്നും പറയുന്നതല്ല. പക്ഷേ ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സാരി ഞാൻ ഉടുത്തേക്കുന്ന വീഡിയോ നിങ്ങൾ റീൽസിനകത്ത്, ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ റീൽസിനകത്തുണ്ട്, ഒന്ന് പോയി നോക്കി അറിയാം. ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ തന്നെ ഓർത്തു, ആഹാ കൊള്ളാലോ എന്ന് ഓർത്ത് പോകും. നല്ല ഭംഗിക്ക് സ്റ്റൈൽ ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ. അടുത്തത് ഇതിനകത്ത് എടുത്ത് നിൽക്കുന്നത് ഈ ഒരു ഗ്രീനാണ്. ബ്ലൗസിന് ഈ ഒരു ഗ്രീൻ കളർ, മൽ ലിനൻ, ഒരു സെമി ലിനൻ അങ്ങനത്തെ ഒരു സ്റ്റഫാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. പിന്നെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് സ്കേർട്ടൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ലത്. ഓണമൊക്കെ അല്ലേ വരുന്നത്. ഈ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ധാവണിയൊക്കെ തയ്ക്കാനൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ധാവണിയൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് ടോപ്പ് കയ്യലും ഒക്കെ ഈ കുടുക്കക്കൈ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ പഫ് സ്ലീവ്സ് ഒക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. സാരി ആയിട്ട് കൊടുക്കാനാണെങ്കിലും നല്ലതാണ്. അടുത്ത കളർ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നേവി ബ്ലൂ. വലിയൊരു ആകർഷകത്വം എന്നാന്നറിയാം. ഇത്രയും ട്രെൻഡി ആണെങ്കിലും ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. 899 അങ്ങനെ ഏതാണ്ട് റേറ്റേ ഉള്ളൂ ഇതിന്. ഇത് അത്രയും, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ട്രെൻഡ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോലും, ഞാൻ എൻ്റെ പേഴ്സണൽ പറഞ്ഞാൽ, പക്ഷെ കണ്ടാൽ ഭംഗി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ട്. ഒരു നല്ലൊരു കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ലുക്ക് കിട്ടും. ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ അല്ലേ നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഈ ഒരു വയലറ്റാണ് ഇതിൻ്റെ ബ്ലൗസായിട്ട്, വിത്ത് ബ്ലൗസായിട്ട് വരുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇടാം. അടുത്തത് ഇതിന് ബോഡിയിലെ മുഴുവൻ ഡിമ്മാണ്. കാരണം ബ്ലൗസ് ഇച്ചിരി എടുത്ത് നിൽക്കുന്ന കളറാണ് വരുന്നത്. അതുകൊണ്ട് ബോഡിയിലെ ബാക്കി കളേഴ്സ് ഡിമ്മാണ്. ആ ഒരൊറ്റ കളർ മാത്രം ഇതായിട്ട് എടുത്ത് നിൽക്കുന്നു. ഇത് ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് തന്നെ മദ്രാസി ചെക്കിൻ്റെ ഈ സാരി ഞാൻ ഉടുത്ത് കാണിച്ചു. ഇതിൻ്റെ മറ്റൊരു കളറാണ് ഞാൻ ഉടുത്ത് കാണിച്ചത്. ഞാൻ ഇവിടെ ഉടുത്ത് കാണിച്ചതിനകത്ത് നേവി ബ്ലൂ ആയിരുന്നു ഷെയ്ഡ്. ആ സാരി മൊത്തം സ്റ്റോക്ക് തീർന്നു. ഇപ്പം ആ കൂടെ തന്നെ വന്ന ഇതിൻ്റെ കളർ വന്നിട്ട് ടീൽ ബ്ലൂവിനാണ് കൂടുതലൊരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ റീൽസ് ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ, ഇതൊക്കെ ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്.
ഇതാണ് ബോർഡറായിട്ട് വരുന്നത്. മദ്രാസി ചെക്ക് തന്നെയാണ്, പക്ഷേ ഫുൾ ചെക്കല്ല. ഇങ്ങനെ വന്നിട്ട് ബോഡിക്ക് ഇങ്ങനെ, ഇതൊരു സെമി മൽച്ചന്തേരി ഫാബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പം ഈ ഒരു ചെറിയ ചെക്ക് വരും. ഇതുണ്ടോ, ഈ ഒരു ചെറിയ ചെക്കാണ് ബ്ലൗസിനായിട്ട് വരുന്നത്. വലിയ ചെക്ക് ബോർഡർ വരും, മുന്താണിക്കും വരും. ചെറിയ ചെക്ക് ബ്ലൗസായിട്ട് വരും. ഇതാണ്. ഇതിനും ഏതാണ്ട് 899 890 അങ്ങനെ എത്രയുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. സ്ക്രീനിലുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. എല്ലാം നല്ല സാരീസാണ്. എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നല്ല തളർന്ന്, സത്യം പറയാം, ഒരു 2 വാക്കും കൂടെ പറയാൻ വയ്യാത്ത രീതിക്ക് സ്ട്രെയിൻ എടുത്തിരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഐറ്റമാണ് ഇപ്പോൾ വീഡിയോയിൽ എടുത്തത് മുഴുവൻ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.